ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ താറാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ചിന്തകൾ എന്താണ്, നിങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നിങ്ങളുടെ മനസ്സിൽ, അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്നും കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് മാക്സിമം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ പറയുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ മൈ ഗാർഡിയൻ ഏഞ്ചൽ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ മനസ്സിലൂടെ അവരെക്കുറിച്ച് കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി അവർ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ആക്ഷൻ എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്ലീസ് Four of Swords, Ten of Swords, Seven of Swords. ഇവിടെയൊക്കെ സോഴ്സ് എനർജിയാണ്. ഇവിടെ കൂടുതലും കാണുന്നവർ എയർ സൈൻ ഉള്ളവരായിരിക്കും കൂടുതൽ കാണുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ദ മൂൺ കാർഡ്, ദ ചാരിയറ്റ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, Ace of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ടവർ, നൈറ്റ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. എനിക്കിവിടെ മനസ്സിലാകുന്നത് 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്തോ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പ് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാകും. ഇവിടെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒന്നുകിൽ നിങ്ങൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുപോലെ എടുക്കുക. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും മാച്ചാകണമെന്നില്ല, മാച്ചാകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവരെ വിട്ടുകളയുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തത് ഒരു തെറ്റായി പോയി. മെയിൻലി എനിക്ക് തോന്നുന്നത് അവരാണ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവർ റെസ്റ്റിലാണ്, അവർക്കിപ്പോൾ ഒന്നും പറയാനില്ല. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അവർക്ക് ആൻസർ ഇല്ല. അവർ ഫുള്ളി ഒരു റെസ്റ്റ് സ്റ്റേജിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി ഞാൻ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് കൂടിയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ടോട്ടലി എൻഡായി പോയി. അതായത് 10 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ടോട്ടലി എൻഡായി പോയി എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്രമാത്രം നിങ്ങളുടെ വ്യക്തി അങ്ങനെ ചിന്തിക്കണമെന്നെങ്കിൽ അത്രമാത്രം എന്തോ ഒരു പ്രോബ്ലം ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒരു 90% ഇതിലൊരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെ ഒരു സങ്കടാവസ്ഥയിലാണ്, ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതൊരു ഒറ്റപ്പെട്ട അവസ്ഥ. അവർക്ക് ആരോടും സംസാരിക്കാനോ ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും അവർക്ക് താല്പര്യമില്ല. അവർ ഒറ്റപ്പെട്ട് എലോൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എനിക്കിവിടെ കാണുന്നത്.
അതിനുള്ള കാരണവും അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾക്കിടയിലുള്ളൊരു എൻഡിങ്സ് ആണ്. അത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അതൊരു പെയിൻഫുൾ എൻഡിങ്സ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതിനെ തുടർന്ന് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വളരെയധികം വോൺസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് മുറിവേറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്തയിലൂടെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. അതായത് ഒരു ഫെയിലിയർ എനർജി, പൂർണ്ണമായും അവർ പരാജയപ്പെട്ടു പോയി. ഈ ഒരു ബന്ധത്തിൽ ഇനി എനിക്കൊരു ഒരു ബിഗിനിങ് ഇല്ല എന്നുള്ള രീതിയിൽ അത്രയും നിരാശയിലാണ് ഇപ്പോൾ അവൾ. എന്താണോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുക്കുക കേട്ടോ. ഒരുപക്ഷെ ഈ റീഡിങ് കാണുന്ന ഒട്ടുമിക്ക പേരും നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. അതിനുള്ളൊരു റീസൺ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം, നിങ്ങൾ കാരണമല്ല. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള കാരണം നിങ്ങളുടെ വ്യക്തിയാണ്. ഓക്കെ, ഇപ്പൊ അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതായത് അത്രമാത്രം നിങ്ങളുമായിട്ട് മുന്നേ സ്പെൻഡ് ചെയ്ത സമയവും കാര്യങ്ങളും ഒക്കെ അവരിപ്പം ഈ ഒരു സമയത്ത് അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ വളരെയധികം വേദനയാണ്. അതായത് അയ്യോ, ഞാൻ കാരണമല്ലേ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു, എത്ര നല്ല രീതിയിൽ പോയൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു, ഞാൻ ചെയ്ത തെറ്റായി പോയി എന്നുള്ള ഒരു അത്രമാത്രം ഒരു കുറ്റബോധം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് അവര് ചെയ്ത ചില ആക്ഷൻസ് കാരണമാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഈ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് ഒരു ചതി അവർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെയൊക്കെ അവർ സത്യസന്ധമല്ലാത്ത രീതിയിൽ എന്തോ ഒന്ന് പെരുമാറിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒരുപക്ഷെ നിങ്ങളുള്ള സമയത്ത് അവർ മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവാം. എല്ലാവർക്കും ഒരുപോലെ ആകണം എന്നില്ല ഈ സിറ്റുവേഷൻ. നിങ്ങൾക്ക് എന്താണോ മാച്ച് ആകുന്നത് ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. അതായത് കൂടുതലും എനിക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത്. ഒരു ടോട്ടലി ഒരു ഫ്രോഡ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിട്ടുണ്ടാകുക. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധം ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാകുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ വളരെ സത്യസന്ധമായ ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ അവരോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തൊട്ടിയിട്ടായിരിക്കും നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുക. ഫിനാൻഷ്യലി ഒരുപക്ഷെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം, അല്ല മെന്റലി ഭയങ്കര സപ്പോർട്ട് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സറിഞ്ഞ് കൊടുത്തതാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് അത്രമാത്രം ആത്മാർത്ഥതയോ അതുപോലെ നിങ്ങൾ കാണിച്ചത്ര ഒരു സത്യസന്ധതയോ ഒന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടില്ല. അതിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് അവര് നിങ്ങളോട് ചെയ്തത് ഒരു എന്താ പറയാ, ഡിസ്ഹോണസ്റ്റി ആയിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ആക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങളുടെ മുന്നിൽ അവർ സ്നേഹം അഭിനയിക്കുക എന്ന് പറയില്ലേ നമ്മള്, അവർക്ക് ഓൾറെഡി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സ്നേഹിക്കുന്നതായി അവർ ആക്ട് ചെയ്ത് നിന്നു എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അതായത് ഒരു ഫ്രോഡ് ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ കാണുന്നത്. പക്ഷെ ആ ഒരു ഫ്രോഡ് കാര്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി, അവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്വഭാവം മാറ്റിയിട്ടില്ലെങ്കിൽ എന്നേക്കുമായി അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ മൂൺ എനർജിയാണ് വന്നിട്ടുള്ളത്. മൂൺ എനർജി തന്നെ അത് തന്നെയാണ് പറയുന്നത്. പല കാര്യങ്ങളും നിങ്ങളെടുക്ക് നിന്ന് നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ അവരോട് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവും. രാവിലെ എഴുന്നേറ്റത് മുതൽ നിങ്ങൾ രാത്രി കിടക്കുന്നത് വരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അവരോട് പറയുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ അത് പറയുന്നത് കേൾക്കാനുള്ള ഒരു സമയം പോലും നിങ്ങൾക്ക് അവർ തരുന്നുണ്ടാകില്ല. അവർ ഒരുപക്ഷെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടാകില്ല. നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ അവർ അയ്യോ ഞാൻ ബിസിയാണ്, അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണ്, അതായത് നിങ്ങൾ മാക്സിമം ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് വളരെയധികം സങ്കടമായിട്ടുണ്ടാകാം. അതായത് അവർ നിങ്ങളോട് ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്
നിങ്ങൾക്ക് വളരെയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്വഭാവം കൊണ്ട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾ അവരോട് പറയുന്നത് പോലെ തന്നെ അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മൂൺ എനർജി ഒരു ഇല്യൂഷൻ എനർജിയാണ്. അതായത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം എന്നേക്കുമായി പോകുമോ, ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ ചെയ്ത വഞ്ചന ചതിയൊക്കെ അവർ തിരിച്ചറിഞ്ഞുവോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞുവോ, അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അതിനി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളതവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ അവർക്കുണ്ട്. അതായത് ഒരു ആങ്സൈറ്റി ഒരു ഫിയറൊക്കെ ഉണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാം. പക്ഷേ ഒരിക്കലും നിങ്ങളോട് അവർ ഫുള്ളായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ട് ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും ഇവിടെ പറയാൻ പറ്റില്ല. അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് മറിച്ച് വെച്ചിട്ടുണ്ടാകും. ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളായിട്ട് കണ്ടെത്തിയിട്ടുണ്ടാകാം. അത് ആ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾ അവർക്കിടയിലുണ്ടായ അവരെ മറച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചീറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാകുക. സോ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ അവർക്കൊരു പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിശ്വസിക്കുമോ? ഒരു റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുക എന്നുള്ളത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വിശ്വാസത്തിൻ്റെ അത്രയും വാല്യൂ ഉള്ള ഇത് നമുക്കൊരു റിലേഷൻഷിപ്പിനില്ല. അതായത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്നേഹമായാലും കെയറിങ് ആയാലും ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പേടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് അവർ ആക്ഷൻ എടുക്കാൻ അവർക്ക് റെഡിയല്ല, അവർക്ക് പേടിയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ അവരുടെ ഈ ഒരു ഫ്രോഡ് കളികളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അവരൊരു ചതിയനാണ് അല്ലെങ്കിൽ ഒരു ചീറ്ററാണ്, ഒരു ചീറ്റിംഗ് എനർജി അവരിലുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്തേക്ക് അവർ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അവരുടെ മൈൻഡിൽ നിങ്ങളടുത്തേക്ക് വരണം എത്രയും പെട്ടെന്ന് നിങ്ങളടുത്തേക്ക് ഓടി വന്ന് ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കണം. അതായത് ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നെക്സ്റ്റ് എന്തെങ്കിലും ഒരു നല്ലൊരു ആക്ഷൻ എടുക്കണം, ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഒരു ഈ ജേണി, അതായത് ഒരു വിക്ടറി വേണം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ജേണി, ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജേണി ഒരു വിക്ടറിയിൽ എത്തിക്കണം, നല്ലൊരു ഡയറക്ഷനിലൂടെ തന്നെ പോകണം. ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് കളഞ്ഞ് ഇനി ഒരു പുതിയ ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം. ഒരു കറേജ് എടുത്ത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ അവർ കാണുന്നതും ക്യൂൻ ഓഫ് വാൻസ് ആയിട്ടാണ്. അതായത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്യാരക്ടർ ഉണ്ടാകും, ഒരു പേഴ്സണാലിറ്റി ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ മറ്റുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും അല്ല പേഴ്സണലി നിങ്ങളുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ 100% ഒരു എന്താ പറയുക, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തി എന്ന് പറയില്ല, അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ക്യൂൻ ഓഫ് വാൻസ്, അതായത് നിങ്ങൾ ഈ ഒരു ലേഡീനെ കാണുന്നുണ്ടോ, അതായത് വളരെ എന്താ പറയുക ഡിറ്റർമിനേഷനോട് കൂടി ഒരു അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്തും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾ ആ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യും. അതുപോലെ നിങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ അത്രയും റെസ്പെക്ട് ചെയ്തത്. നിങ്ങളെ അവർ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മൈൻഡിൽ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ നിങ്ങളെ മാതിരി, അതായത് പോലുള്ളൊരു വ്യക്തിയെ ഒരിക്കലും ഇനി അവരുടെ ലൈഫിലേക്ക് കിട്ടില്ല എന്നുള്ളത് പൂർണ്ണ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ അവർ റെഡിയല്ല.
നമുക്ക് ഇന്നലത്തെ സെയിം എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ റീഡിങ് കണ്ടവർ തന്നെയാണെന്ന് തോന്നുന്നു ഇന്നും റീഡിങ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇന്നലത്തെ റീഡിങ്ങിൽ വന്ന ഓൾമോസ്റ്റ് കാർഡ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മുന്നേ നിന്നാണ് ഷഫിൾ ചെയ്തത്, ഓൾറെഡി കാർഡ് എടുത്ത് വെച്ചതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എനർജി ചേഞ്ച് ആയിട്ടില്ല. ഒരു അറൗണ്ട് 60% സെയിം എനർജി തന്നെയാണ്. സോ ഇന്നലത്തെ നമ്മുടെ വ്യൂവേഴ്സ് തന്നെയായിരിക്കാം ഇന്നും കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എനർജി തന്നെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ഒരു റെസ്പെക്റ്റോട് കൂടി പ്രവർത്തിച്ച് നിങ്ങൾ ഭയങ്കര സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് സൊസൈറ്റിയിലും നിങ്ങൾക്കൊരു വളരെ നിലയും വിലയും ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതായത് മറ്റുള്ളവർ നിങ്ങളുമായിട്ടൊരു ബന്ധം, അതായത് ഒരു കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു നിങ്ങളെ വിട്ടുകളഞ്ഞാൽ അത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുകളയാൻ റെഡിയല്ല. എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും നിങ്ങളുടെ കാല് പിടിച്ചിട്ടാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. സോ എന്താ ഏസ് ഓഫ് സോർട്സ് പറഞ്ഞത്, അതായത് നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി തരണം. അതായത് പുതിയൊരു ബിഗിനിങ് ഉണ്ടായിരിക്കണം. അതായത് അവരിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാക്കാം എന്നതിനുള്ള ഒരു ഐഡിയ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് വഴി, അതിന് എന്തെങ്കിലും ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുക. അതായത് ഈ റിലേഷൻഷിപ്പ് പഴയതിനേക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ സ്നേഹം, അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം അവരെ പഴയ കാലങ്ങളിൽ നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ടാകും, അതുപോലെ വിശ്വസിച്ചിട്ടുണ്ടാകും. ആ ഒരു രീതിയിൽ തന്നെ അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളോട് മുന്നോട്ട് ആ ഒരു ഞാൻ പറയുന്നത് മനസ്സിലാണ്. അതായത് പണ്ടുള്ള സ്നേഹത്തെക്കാളും ഇരട്ടി സ്നേഹത്തോടു കൂടി നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു മെന്റൽ ക്ലാരിറ്റി അവരിപ്പോൾ വേണമെന്ന് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നല്ല ക്ലാരിറ്റിയോട് കൂടി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ തീർത്ത് ഒരു ഷാർപ്പ് മൈൻഡോട് കൂടി ചിന്തിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടത് എന്നുള്ളത് ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ട്. ഓൾറെഡി എടുത്തു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതൊരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏസ് ഓഫ് സോഴ്സ് നമ്മൾ പറയുന്നത് അതിന് യൂണിവേഴ്സ് കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് നന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡക്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജിയാണ്. സോ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്ന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്കിവിടെ പറയുന്നത്. അതായത് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന കൂടുതലും ആൾക്കാർ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു പക്ഷേ ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കാം, ഒരു വർക്കിംഗ് പാരന്റ് ആയിരിക്കാം. ഒന്നുകിൽ നിങ്ങൾ രണ്ടാളും മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ സിംഗിൾസ് ആയിരിക്കാം, ഒരാൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വിഡോ ആയിരിക്കാം. അതായത് ഒരു സിംഗിൾ പാരന്റ്, മോസ്റ്റ്ലി വർക്കിംഗ് പാരന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് ഇവിടെ കാണുന്നത് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ട്. അതിനുള്ള അത്രമാത്രം നിങ്ങൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളെല്ലാം കൊണ്ടും ഒരു അബണ്ടൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ അവർ റെഡിയല്ല. ഒരു കമ്മിറ്റ്മെന്റ്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തന്ന് നിങ്ങളുമായി നല്ലൊരു ബന്ധമായി ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയാനുള്ളത്, എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ റൊമാൻസ് ഏഞ്ചൽ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് തരാനുള്ളത്, റൊമാൻസ് ഏഞ്ചൽസിന് തരാനുള്ളത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ്. True love. This is the romance of lifetime.
സോ ഇത് ഒരു ട്രൂ ലവ് ആണ് എന്നാണ് റൊമാൻസ് ഏഞ്ചൽ നമ്മളോട് പറയുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ തേർഡ് പാർട്ടി അതുപോലെ ചീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അവരെ തിരിച്ചറിയിക്കാൻ വേണ്ടി ഉള്ള ഒരു കർമ്മ മാത്രമായിരുന്നു അവർ. അതൊരു കാർമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോയതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. സോ നിങ്ങളുടെ ട്രൂ ലവ് അവരെ തിരിച്ചറിയിക്കാൻ യൂണിവേഴ്സായിട്ട് വരുത്തി വെച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ കാർമിക്കായിട്ടുള്ള അവർക്കിടയിൽ ഉണ്ടായ ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഈ ചീറ്റിങ്ങിൽ അവർക്ക് പ്രേരണയാക്കിയ കാര്യങ്ങൾ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. സോ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങളെ അവർ സ്നേഹിക്കണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റൊമാൻസ് ഏഞ്ചൽസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് വളരെയധികം റൊമാൻറ്റിക്കോട് കൂടിയുള്ള ഒരു ലവ് ആയിരിക്കും. സോ ഈ എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് റീഡിംഗ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു റീഡിങ് ഞാൻ നെക്സ്റ്റ് റീഡിങ് ചെയ്യാവുന്നതായിരിക്കും. സോ പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.